സുഗതന്റെ രാജി ആവശ്യപ്പെട്ട് തിരുവനന്തപുരം കോർപ്പറേഷനിൽ കുറച്ച് ദിവസങ്ങളായി പ്രതിപക്ഷവും പ്രതിഷേധം വളരെ ശക്തമായിക്കൊണ്ടിരിക്കുന്ന ഒരു സമയത്താണ് സുഗതൻ വിയ്യൂരിൽ നിന്ന് തിരുവനന്തപുരത്തെത്തിയത്. ഇനി ഇവിടുന്ന് ഇന്ന് നെടുമങ്ങാട് ജയിലിൽ കൊണ്ടുപോകുമെന്ന് പറയുന്നത്. എന്താണ് ഈ തുടർ നടപടി ഇനി? സുഗതനാണല്ലോ ഇപ്പം താരം. കാരണം താരം എന്ന് പറയുമ്പം സുഗതനെ ഏതാണ്ട് ഒരു കേസിൽ ഒരു അമ്പലത്തിൽ വള്ളക്കട വട്ടിയൂർക്കാവിലുള്ള ഒരു അമ്പലത്തിൽ നടന്ന ഒരു സംഘർഷവും വാക്കുതർക്കവും അടിയിൽ കലാശിക്കുകയും ആള് മാറി ഒരാളെ തലക്കടിക്കുകയും ചെയ്തെന്ന് പറഞ്ഞൊരു കേസാണ്. ഈ കേസിനകത്ത് അയാൾ മുൻകൂർ ജാമ്യത്തിന് വേണ്ടി ശ്രമിച്ചുകൊണ്ടിരുന്ന സമയത്താണ് അയാൾക്ക് മുൻകൂർ ജാമ്യം നിഷേധിക്കുകയും. അപ്പൊ ശരിക്കും പറഞ്ഞ വാറണ്ടാണല്ലോ. അയാളെ പിടിക്കാൻ ചെന്ന സമയത്ത് പോലീസ് അല്ലെങ്കിൽ സുഗതന്റെ അനുയായികളുമായിട്ട് സംഘർഷം ഉണ്ടായി. ഏതാണ്ട് വെടിവെപ്പിന് ആകാശത്തേക്ക് വെടിവെച്ചിട്ട് അത്തരത്തിലൊരു അന്തരീക്ഷമായിരുന്നു. എന്നാണ് ഇയാളെ പിടിച്ചുകൊണ്ട് വരുന്നത്. വലിയൊരു കോലാഹലമായി. കാരണം സുഗതൻ പ്രധാനപ്പെട്ട ഒരു കക്ഷിയാണ്. സുഗതന്റെ അറസ്റ്റിന്റെ പിറകിൽ മുൻ MLA ഉണ്ടെന്ന്. മുൻ MLA എന്ന് പറഞ്ഞാൽ അതിനകത്ത് പ്രശാന്താണെന്നാണ് പറയുന്നത്. അതാ വട്ടിയൂർക്കാവിലെ അതെ. കാരണം വട്ടിയൂർക്കാവിൽ അയാൾ തോക്കാൻ കാരണമെന്ന് പറഞ്ഞാൽ സുഗതന്റെ കൃത്യമായിട്ടുള്ള ഇടപെടിയിൽ കൊണ്ടാണ്. അതാണ് ഈ മുരളി പറഞ്ഞില്ലേ സുഗതനെ അങ്ങനെ കൈകാര്യം ചെയ്യേണ്ട കാര്യമില്ലായിരുന്നു. ശരിക്കും പറഞ്ഞാൽ ഈ സുഗതന്റെ ഇടപെടിയിൽ കൊണ്ട് ഈ പ്രശാന്തിനെതിരെയുള്ള ഇടപെടിയിൽ കൊണ്ട് ഗുണം ഉണ്ടായത് മുരളിക്കാണ്. കാരണം ഈ അവിടെ ഒത്തിരി ഈ മിനി സിവിൽ സ്റ്റേഷനും മറ്റു പല കെട്ടിടങ്ങളും ഒക്കെ ഉദ്ഘാടനം ചെയ്തതിൻ്റെ അകത്ത് കയറി ഇയാൾ ഫോട്ടോ എടുത്ത് ശരിക്കും പറഞ്ഞാൽ ഉദ്ഘാടനം ചെയ്യാൻ പ്രാപ്തമായിട്ടൊന്നും അതിനകത്ത് നടന്നിട്ടില്ലെന്നുള്ള രീതിയിൽ പൊതുജനത്തിനെ മൊത്തം അറിയിച്ചായിരുന്നു. ഇങ്ങനെ ഒരു പരമ്പര പോലെ പുള്ളി ചെയ്തുകൊണ്ടിരുന്നത്. അതെ. അപ്പൊ അതിനകത്തുനിന്ന് വന്ന ഒരു പാളിച്ചയാണ്. കാരണം 12,500 വോട്ടുകൂടെ ഒരു പക്ഷേ കിട്ടിയായിരുന്നെങ്കിൽ പ്രശാന്ത് തന്നെ ജയിച്ചേനെ. അപ്പം അതവിടെ നിൽക്കട്ടെ. അപ്പം ഇപ്പൊ ഇയാൾക്കെതിരെയുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാവുന്ന പോലെ കുറേ ദിവസം ചർച്ച ചെയ്യുന്ന പോലെ ഇയാൾക്കെതിരെ 19 കേസുണ്ട്. ഇയാൾക്കെതിരെ കാപ്പ ചുമത്തിയിട്ടുണ്ട്. ഇയാൾക്കെതിരെ കാപ്പ ചുമത്തുന്നതിന് കളക്ടറാണ് അതിന്റെ കസ്റ്റോഡിയൻ. അതിനുശേഷം എനിക്ക് ആഭ്യന്തര സെക്രട്ടറി അത് അല്ലെങ്കിൽ ഗവൺമെന്റ് തലത്തിൽ നിന്ന് കാപ്പ ചുമത്തുന്നത് ശരിയാണെന്നുള്ള രീതിയിലേക്ക് ഉള്ള ഒരു ഇത് കൊടുത്തിട്ടുണ്ട്. അപ്പം ഈ കാപ്പ നിൽക്കുന്ന ഒരാൾക്ക് 1 കൊല്ലത്തേക്ക് കസ്റ്റഡി വേണം. അപ്പം ഇപ്പൊ സമരം എന്ന് പറയുന്നത് സുഗതനെ പുറത്താക്കണം. 2 രീതിയിൽ അതിനകത്ത് ആരോപണം. 3 പ്രാവശ്യം അടുപ്പിച്ച് ഒരു പക്ഷേ ഈ കൗൺസിലിൽ പങ്കെടുത്തില്ലെങ്കിൽ നമ്മുടെ ഈ പഞ്ചായത്ത് രാജ് നിയമം അനുസരിച്ച് അയാൾ ഓട്ടോമാറ്റിക്കലി. അപ്പം 1 പ്രാവശ്യം പങ്കെടുത്തിട്ടുള്ളൂ എന്ന് BJP പറയുന്നു. 2 പ്രാവശ്യം പങ്കെടുത്തു എന്ന് കോൺഗ്രസ് പറയുന്നു, അല്ലെ പ്രതിപക്ഷം പറയുന്നു, CPM പറയുന്നു. അപ്പൊ ഇനി 1 പ്രാവശ്യം കൂടെ ഒരു കൗൺസിലൂടെ കൂടിയാൽ തീർന്നില്ലേ? അപ്പൊ അതിനു മുമ്പ് വേറെ പ്രതിസന്ധിയും കൊണ്ട് ഇയാൾ ശ്രീനാരായണ ഗുരുവിന്റെ പേര് പറഞ്ഞ സത്യപ്രതിജ്ഞ ചെയ്തു. ശ്രീനാരായണ ഗുരുവിന്റെ പേര് പറഞ്ഞ് സത്യപ്രതിജ്ഞ ചെയ്തതുകൊണ്ട് അത്തരത്തിൽ ദൈവനാമത്തിൽ നിന്നുള്ള അല്ലാതെ വ്യക്തി ദൈവത്തിന്റെ പേര് പറഞ്ഞു അല്ലെങ്കിൽ അള്ളാഹുവിന്റെ പേര് പറഞ്ഞു അല്ലെങ്കിൽ ഇതുപോലൊക്കെയുള്ള പേര് പറഞ്ഞ് സത്യപ്രതിജ്ഞ ചെയ്യുന്നവർക്ക് സത്യപ്രതിജ്ഞ അസാധുവായി. അത് 1 മാസമാണെന്ന് തോന്നുന്നു. 4 ആഴ്ച കൊണ്ടങ്ങാണ്ട് അസാധുവായത് തിരിച്ച് ഈ മാർഗത്തിൽ തന്നെ പ്രണവിനെ അനുശാസിക്കുന്ന മാർഗത്തിൽ സത്യപ്രതിജ്ഞ ചെയ്തില്ലെങ്കിൽ അയാൾ ആ കാരണം കൊണ്ടും അയാൾ ഔട്ടാവും. അപ്പോൾ 19 പേര് ബാക്കി ചെയ്തു. ഒരു വെളിയിലുണ്ടായിരുന്നു. സുഗതന്റെ കാര്യത്തിൽ ആ കാര്യമുണ്ട്. ഇപ്പൊ ഇന്ന് ഈ ജാമ്യം കിട്ടാത്ത 19 കേസുള്ളിടത്ത് 1 കേസിനെ ഉള്ളെന്ന് തോന്നുന്നു എനിക്ക് ജാമ്യം കിട്ടാത്ത. ആ ജാമ്യം കിട്ടാത്ത കേസിന്റെ പ്രൊഡക്ഷൻ വാറണ്ട് വെച്ചിട്ട്, കാരണം ഈ കേസ് മാസത്തിൽ ഒരിക്കൽ പരിഗണിക്കുമല്ലോ. അല്ലെങ്കിൽ പ്രൊഡക്ഷൻ വാറണ്ട് എന്ന് പറഞ്ഞാൽ വക്കീൽ ഇയാൾ ജയിലിൽ കിടക്കുന്നതുകൊണ്ട് അല്ലെങ്കിൽ ആ തീയതി അല്ലാത്തതിന് മുമ്പേ തന്നെ ഒന്ന് പരിഗണിക്കണമെന്ന് പറഞ്ഞ് അപേക്ഷ കൊടുത്താൽ ചിലപ്പോൾ പോയി. അപ്പോൾ പ്രൊഡക്ഷൻ വാറണ്ട് വെച്ചിട്ട് ഇയാളെ വിളിക്കും, കോടതിയിൽ നേരിട്ട് ഹാജരാക്കാൻ പറയും. നേരിട്ട് ഹാജരാക്കുന്ന അവസരത്തിൽ ഇവരുടെ വക്കീൽ ഇവരുടെ കാര്യങ്ങളും ജാമ്യത്തിന്റെ കാര്യങ്ങളും ഒക്കെ പറയുമല്ലോ. അപ്പോൾ ഇയാൾ കൗൺസിലർ ആയതുകൊണ്ട് ഒരുപക്ഷെ ഈ ജാമ്യത്തിന്റെ കാര്യം അനുവദിക്കാനോ അല്ലെങ്കിൽ ജനപ്രതിനിധിയല്ലേ, അല്ലെങ്കിൽ ഈ പറയുന്ന മെമ്പർ സ്ഥാനം എന്ന് പറഞ്ഞാൽ ജനാധിപത്യത്തിൽ കൂടെ വന്നത്. അത് കോടതിക്കകത്ത് പറയും ഇയാൾക്ക് സത്യപ്രതിജ്ഞ ചെയ്യാൻ ഒരുപക്ഷെ തൽക്കാല ജാമ്യം കൊടുക്കണമെന്ന് 1-2 ദിവസത്തേക്ക് വേണമെങ്കിൽ അങ്ങനെയൊക്കെ കൊടുക്കാം. അല്ലെങ്കിൽ കോടതിയുടെ ഡയറക്ഷൻ, പോലീസിന്റെ ഡയറക്ഷനോട് വന്ന് പുള്ളിക്ക് സത്യപ്രതിജ്ഞ ചെയ്യാനുള്ള അങ്ങനെ നമ്മൾ വിചാരിക്കുക. അപ്പൊ ആ രീതിയിലൊക്കെ അപ്പൊ ആ പ്രതിസന്ധി മറികടക്കാൻ പറ്റും. പക്ഷേ മറ്റൊരു പ്രതിസന്ധി, പ്രധാനപ്പെട്ട ഒരു പ്രതിസന്ധി BJPക്ക് ഉള്ളതെന്ന് പറഞ്ഞാൽ നമുക്കറിയാമല്ലോ 101 സീറ്റാണ്. ഇതിനകത്ത് 20 സീറ്റ് ആർക്കാ പറയുന്ന പോലെ കോൺഗ്രസ് ഉണ്ട്. 29 സീറ്റ് 29 തോന്നുന്നു അല്ലേ നമ്മുടെ ഈ പറയുന്ന CPM-നുണ്ട്. 50 സീറ്റ് BJPക്ക് ഉണ്ട്. 1 സീറ്റ് സ്വതന്ത്രമുണ്ട്. മനസ്സിലാവുന്നുണ്ട്? അപ്പം ഇതിനകത്ത് 51 സീറ്റ് വേണം. അപ്പം അതിനകത്ത് 1 സീറ്റ് 50 സീറ്റ് മാത്രമാണല്ലോ BJPക്ക് ഉള്ളത്. 51-നകത്ത് 1 ഒരു സ്വതന്ത്രനാണ്. അപ്പൊ സ്വതന്ത്രൻ ഈ വിഷയം വന്നപ്പോൾ സ്വതന്ത്രനെ പിടിച്ചുകൊണ്ട് അല്ലെങ്കിൽ മാറ്റുന്നതിന് വേണ്ടിയുള്ള ശ്രമം ഒക്കെ കോൺഗ്രസും CPM ഒക്കെ നടത്തി. ഇപ്പോൾ സ്വതന്ത്രം പറഞ്ഞ് ഞാൻ ഈ BJPക്കൊപ്പം തന്നെയാണ് നിൽക്കുന്നതെന്നാണ് ഇപ്പം പറഞ്ഞിരിക്കുന്നത്. ഇപ്പോഴും ആ നിലപാടിൽ തന്നെയാണ് നിൽക്കുന്നത്. ഇപ്പം
അയാളെ വേണമെങ്കിൽ അങ്ങ് അന്നൊരു ആലോചന വന്നായിരുന്നു, അയാളെ ഒരുപക്ഷെ ചെയർമാൻ ആക്കിക്കൊണ്ട് ഈ കോൺഗ്രസും CPM കൂടെ ഒന്നിച്ച് നിന്നാൽ മതിയാണ്. 51 ആകുന്ന ഒരു അവസ്ഥയിലേക്ക് വന്നാൽ അന്നേരം 50 ആവുന്നുണ്ട് കേട്ടോ. 50 ആവുന്നുണ്ട്. അപ്പം ആ രീതിയിലേക്കൊക്കെ ആലോചന നടന്നപ്പോൾ ഏത് രീതിയിൽ ആലോചന നടക്കുമ്പോഴും വലിയ പാടാ. അപ്പം അങ്ങനെ വരുമ്പം ഈ നമ്മുടെ ഈ ഇദ്ദേഹത്തിന്റെ അല്ലെങ്കിൽ ഈ പറയുന്ന സാർ പറഞ്ഞത് എനിക്ക് 20 കോൺഗ്രസും 29 CPM. അപ്പൊ 49, മറ്റവരുടെ 50, 51 വേണം. പക്ഷെ അവർക്ക് ഒന്നും കൂടെ കിട്ടിയാലും 50 ആവും. അപ്പം ഈ ഇദ്ദേഹത്തിന്റെ നമ്മുടെ സുഗതന്റേത് പോയാൽ 50 എന്നാവും, ഭൂരിപക്ഷം ഇല്ലാത്തൊരവസ്ഥയിലാണ്. അപ്പം വീണ്ടും ഒരു പോയി കഴിഞ്ഞിട്ട് അങ്ങനെ നിൽക്കുമ്പോൾ തന്നെ ശരിക്കും പറഞ്ഞാൽ കേവല ഭൂരിപക്ഷം ഇല്ലാത്തതുകൊണ്ട് ഭരണത്തിൽ തുടരാവുന്നതിന് വേണ്ടി BJPക്ക് ബുദ്ധിമുട്ടുണ്ടാക്കും. അപ്പോൾ സുഗതൻ എന്ന് പറയുന്ന ഫാക്ടർ ശരിക്കും പറഞ്ഞാൽ ഇപ്പം വളരെ പ്രയാസപ്പെട്ട് കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കോർപ്പറേഷൻ ആയിട്ടുള്ള ഒരിടത്ത് BJP ഭരിക്കുകയും BJP നല്ല രീതിയിൽ അത് മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുകയും അവിടെ ഒരു തുടർഭരണമൊക്കെ ആഗ്രഹിക്കുകയും അല്ലെങ്കിൽ അതേ രീതിയിൽ അവിടെ നിന്നിട്ട് തിരുവനന്തപുരത്ത് നിന്ന് മാതൃകയായിക്കൊണ്ട് കേരളത്തിലുടനീളം BJPക്ക് ഒരു വളർച്ച ഉണ്ടാക്കാൻ ശ്രമിക്കുകയൊക്കെ ചെയ്യുമ്പോൾ അത് എങ്ങനെയും അട്ടിമറിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു ശ്രമമാണ് ഈ നടക്കുന്നത്. അപ്പം അത് ഈ സുഗതൻ എന്ന് പറയുന്ന ഫാക്ടർ വല്ലാത്തൊരു പ്രശ്നമാണ്. അതുകൊണ്ട് തന്നെയാണ് വളരെ ബുദ്ധിപരമായിട്ട് അയാളുടെ പേരിൽ കൃത്യമായിട്ട് കാപ്പ ചുമത്തുന്നതിന്. കാപ്പ ചുമത്തണ്ടെന്ന് സുഗതന്റെ പാർട്ടിയെ ഭരിക്കുന്നത് കാപ്പ ചുമത്തണ്ടെന്ന് ഇപ്പോൾ കളക്ടറെ വിളിച്ച് പറഞ്ഞാൽ പോലെ കാപ്പയ്ക്ക് സാധ്യതയില്ല, അല്ല വേണ്ട. ഇതിപ്പോൾ കാപ്പ ചുമത്തുന്നതിന് വേണ്ടി അധികാരപ്പെട്ടവർ അതിൻ്റെ പുറകെ നിൽക്കുന്നു, അതനുസരിച്ചുള്ള റിപ്പോർട്ട് പോലീസ് കൊടുക്കുന്നു. അത് അംഗീകരിച്ചുകൊണ്ട് മേളിൽ ഇപ്പം ആഭ്യന്തര അല്ലെങ്കിൽ പൊളിറ്റിക്കൽ അങ്ങനെ അവർക്കൊക്കെ അത് അവർക്ക് വേണമെങ്കിൽ തള്ളിക്കളയാം, ആ രീതിയിലേക്ക് പോകും. അപ്പം ഇന്ന് സുഗതനെ ഈ പറയുന്ന നെടുമങ്ങാട് കോടതിയിൽ ഹാജരാക്കുമ്പോൾ അവിടെ നിന്ന് സുഗതന് കിട്ടുന്ന പരിഗണന അല്ലെങ്കിൽ ജാമ്യത്തിന്റെ കാര്യം അല്ല, അതാണ് പറയുന്നത്. കാപ്പ കേസ് പ്രതിയാണെങ്കിൽ ജാമ്യം കിട്ടാൻ സാധ്യതയില്ല. കാപ്പ കേസ് പ്രതിയെ കരുതൽ തടങ്കൽ വെക്കണമെന്നോ 1 കൊല്ലത്തേക്ക്. അതെ, അങ്ങനത്തെ ഒരു നിയമമുണ്ട്. അപ്പൊ അതാണ് ഇതിനകത്ത് ഏറ്റവും വലിയ പ്രതിസന്ധി. ഇയാൾക്ക് ജാമ്യം കിട്ടാതിരിക്കാൻ വേറെ മാർഗം അല്ല കാര്യമൊന്നുമില്ല. ഇയാളെ ഈ 19 കേസ് ഉള്ളിടത്തിനകത്ത് 5 കൊലപാതക കേസാണ് ഇതാക്കി വെച്ചേക്കുന്നത്, അല്ലെ കൊലപാതക ശ്രമത്തിന്റെ കേസാണ്. അതൊക്കെ കൊലപാതകം ചെയ്യുന്നോ ചെയ്യത്തില്ലയോ എന്നുള്ളതല്ല, ചുമത്തിയിരിക്കുന്നതാണ്. ഇപ്പൊ 2 പാർട്ടിക്കാർ തമ്മിലുള്ള തർക്കമാണെങ്കിൽ പോലും അത് അങ്ങനെ ചുമത്താൻ പറ്റുമല്ലോ. വണ്ടിയൊക്കെ എയർലൈൻസിൽ കയറി മുദ്രാവാക്യം വിളിച്ച ഇപ്പോഴും ആ ദൂരെ നിന്ന് പിണറായി വിജയനെതിരെ ആ കേസ് അവർക്കെതിരെ കൊലപാതക കുറ്റമാണ് ചുമത്തിയേക്കുന്നത്. അല്ലെങ്കിൽ മുഖ്യമന്ത്രിയെ കൊല്ലാൻ ശ്രമിച്ചു എന്നുള്ള കേസാണ്. ഇപ്പൊ മുഖ്യമന്ത്രി പോകുന്ന സമയത്ത് നമ്മൾ ആ വണ്ടിയുടെ മുമ്പിൽ എടുത്തിയാടിയാലും പോലീസ് അത് കൊല്ലാൻ ശ്രമിച്ചു. നമ്മൾ എടുത്തിയാടിയതിന്റെ അറ്റംപ്റ്റ് എന്താണ് പോലീസിന് തോന്നുന്നത്, അല്ലെങ്കിൽ അന്വേഷണ ഉദ്യോഗസ്ഥന് തോന്നുന്നില്ലേ, അയാളെ ചിലപ്പോൾ കൊല്ലാൻ ശ്രമിച്ചതായിരിക്കാം, അല്ലെങ്കിൽ അയാളുടെ ഒരു കുടിയോ വല്ലതും ഉണ്ടെങ്കിൽ ആ വടി കൊണ്ടടിക്കാൻ അല്ലെങ്കിൽ ആ രീതിയിൽ കേസ് വരും. ഇപ്പൊ ഈ കേസുകൾ മറ്റ് പല ക്രിമിനൽസിന്റെയും പുറത്തുള്ളതുപോലെ ആവണമെന്നില്ലെങ്കിലും കോടതി നോക്കുമ്പോൾ കൊലപാതക കേസാണ് മനസ്സിലാവുന്നുണ്ട്. 19ഓളം കേസുണ്ട്, അതിനകത്ത് സീരിയസ് ആയിട്ടുള്ള കേസുകളാണ്. പിന്നെ ഇതിനകത്ത് ജാമ്യം കിട്ടണമെങ്കിൽ ഹൈക്കോടതി സുപ്രീം കോടതി വിചാരിക്കണം, ഇയാൾ ജനപ്രതിനിധി ആയതുകൊണ്ട്. കാരണം അതിന് ഒക്കെ സാധ്യത ഈ പറഞ്ഞതുപോലെ കിട്ടിയെന്ന് പറയാൻ പറ്റൂ. കാരണം ഇതിനെക്കാട്ടി വലിയ MP-മാരും MLA-മാരും ഒക്കെ ജയിലിൽ കിടക്കുന്നുണ്ട്, ക്രിമിനൽസ് ആയിട്ടുള്ളത്, ജാമ്യം കിട്ടാതെ. നമുക്കറിയാമല്ലോ, ഇപ്പം തന്നെ എത്ര MP-മാർ ഇപ്പോഴും തന്നെ കിടക്കുന്നുണ്ട്. ഈ നമ്മുടെ ഇവിടെ നിന്നുള്ള പഞ്ചാബിൽ നിന്നൊക്കെ ഉള്ള അവിടെ കിടന്നുകൊണ്ട് ജയിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ കിട്ടി. അതിനുശേഷം ജനപ്രതിനിധി എന്നുള്ള രീതിയിൽ പരിഗണന കൊടുക്കാനാണെങ്കിൽ ആ രീതിയിൽ ഒക്കെ ജാമ്യം കൊടുക്കാമല്ലോ. അപ്പോൾ കോടതിക്ക് അതിൻ്റെ മെറിറ്റും പ്രോഗ്രസ് റിപ്പോർട്ടും ഒക്കെ അനുസരിച്ച് ആ കാര്യങ്ങൾ തീരുമാനിക്കാൻ പറ്റുന്ന ഒരവസ്ഥയുള്ളൂ. ഏതായാലും സുഗതൻ എന്ന് പറയുന്ന വ്യക്തിയെ അയോഗ്യനാക്കുന്ന ഒരവസ്ഥയിലേക്ക് വന്നാൽ BJPക്ക് അത് നിർണായകമാണ്. രണ്ടാമത് ഈ സുഗതൻ ജയിച്ചു വന്നിരിക്കുന്ന ഇടമെന്ന് പറഞ്ഞാൽ സുഗതന്റെ സ്വാധീനം കൊണ്ട് ജയിച്ചതാണ്. ഇത് BJPയുടെ വാർഡൊന്നുമല്ല, സുഗതന്റെ റിസ്കിൽ ജയിച്ചതാണ്. CPMന്റെ കോട്ടയാണെന്നാണ് പറയുന്നത്. അപ്പോൾ രണ്ടാമതൊരു റീഎലക്ഷൻ വന്നാലും BJPക്ക് ആ വാർഡ് കിട്ടിക്കൊള്ളണമെന്നില്ലല്ലോ, മനസ്സിലായോ? കിട്ടിക്കൊള്ളണമെന്നില്ല. അപ്പം ഏതായാലും BJPക്ക് ഒരു പ്രതിസന്ധി കാലം തന്നെയാണ് എന്ന് പറയേണ്ടി വരും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.